കാര്യം കണ്ണടയെങ്കിൽ കടന്നുവരൂ ഐസോണിലേക്ക്. ഐസോൺ ഓപ്റ്റിക്കൽസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 048842944373. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് AC മൊയ്തീന്റെ സ്വത്തുകൾ കണ്ടുകെട്ടിയ ED നടപടി ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ച സാഹചര്യത്തിൽ AC മൊയ്തീൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് തൃശൂർ DCC സെക്രട്ടറി K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. 40 ലക്ഷം രൂപ കള്ളപ്പണം AC മൊയ്തീനിൽ നിന്നും ഭാര്യയിൽ നിന്നും കണ്ടുകെട്ടിയത് കോടതി ശരിവെച്ച സാഹചര്യത്തിൽ ധാർമ്മികമായി MLA സ്ഥാനത്ത് തുടരുവാൻ AC മൊയ്തീന് അവകാശമില്ലെന്നും AC മൊയ്തീൻ ഉടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും DCC സെക്രട്ടറി K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് മറ്റേ അലവൻസ് കിട്ടിയതാണ്, ഓണറേറിയം കിട്ടിയതാണ്, ഭാര്യയ്ക്ക് ശമ്പളമായിട്ട് കിട്ടിയതാണ്, ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യമാണ് എന്നൊക്കെ പറഞ്ഞ് ED കോടതിയുടെ മുന്നാകെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ സമർപ്പിച്ചിരുന്നു. അതെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് EDയുടെ കോടതി പറഞ്ഞിട്ടുള്ളത് ഫ്രീസ് ചെയ്ത് ശരിയാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ AC മൊയ്തീൻ കൊടുത്ത കണക്കുകൾ മുഴുവൻ കള്ളക്കണക്കാണ്. കാരണം നമുക്കറിയാം ഒരു MLAക്ക് എത്രമാത്രം ഓണറേറിയം കിട്ടും, മന്ത്രിക്ക്. അതിൽ അവരുടെ ചെലവുകൾ കഴിച്ച് ബാലൻസ് എത്ര ഉണ്ടാവും. അവരുടെ പാർട്ടിക്ക് ലെവി കൊടുക്കുന്ന ഒരു സംവിധാനമുള്ള പാർട്ടിയാണ് CPM. അപ്പോൾ അതിൻ്റെ 4/1 പാർട്ടിക്ക് ലെവി കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ ഒരു MLA അല്ലെങ്കിൽ മന്ത്രി എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് പറയണ്ടേ. അതുപോലെ തന്നെയാണ് PR അരവിന്ദാക്ഷൻ AC മൊയ്തീൻ്റെ ബിനാമിയാണ്, സന്തത സഹചാരിയാണ്. ഈ PR അരവിന്ദാക്ഷൻ ഇപ്പോൾ ജയിലിലാണ്. ആ ജയിലിലാകാനുണ്ടായ സാഹചര്യം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട AC മൊയ്തീനും കണ്ണനുമൊക്കെയായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹവർത്തിത്വവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കോടികളുടെ പണം വന്നതുമാണ്. ഈ കോടികളുടെ പണം മുഴുവൻ അരവിന്ദാക്ഷനുള്ളതാണെന്ന് കോൺഗ്രസ് പാർട്ടി കരുതുന്നില്ല. ചെയ്ത ഒരാൾ കോടതിയിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു പോയി, കോടതിയും അപരാധിയാണെന്ന് വിധിച്ചാൽ പിന്നെ MLA സ്ഥാനത്ത് തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ AC മൊയ്തീൻ ഉടനടി തന്നെ MLA സ്ഥാനം രാജിവെക്കണം, എന്നിട്ട് കോടതി നടപടികൾക്ക് ED നടപടികൾക്ക് വിധേയനാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.